കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പുനലൂർ മുതൽ ആര്യങ്കാവ് വരെയുള്ള ഭാഗങ്ങൾ ഭാഗികമായി തകർന്നു. അന്തർ സംസ്ഥാന വാഹനങ്ങളും ചരക്ക് വാഹനങ്ങളും ഉൾപ്പെടെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി ഇതുവഴി കടന്നുപോകുന്നത്. 2 വർഷം മുമ്പ് റീടാറിംഗ് നടത്തിയ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയത മൂലം വീണ്ടും തകരുകയായിരുന്നു. പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നെങ്കിലും റോഡിന്റെ തകർച്ച പരിഹരിക്കുവാൻ അധികൃതർ തയ്യാറായില്ല. തുടർന്ന് ആര്യങ്കാവ് റെയിൽവേ മേൽപ്പാലത്തിന് സമീപവും മുരുകൻ പാഞ്ചാലിലും മറ്റ് പ്രദേശവാസികൾ തന്നെ റോഡിലെ കുഴികൾ അടയ്ക്കുകയും ചെയ്തിരുന്നു. വളരെ നമ്മളിതിലെ കൂടെ ഡെയിലി വാഹനം ഓടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇതിലെ കൂടെ ജീവൻ പണയം വെച്ചാൽ വണ്ടി ഓടിക്കുന്നത്. വണ്ടി കേടാവുന്ന മാത്രമല്ല മറ്റ് വണ്ടികൾ സൈഡ് കൊടുക്കുമ്പോഴൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. നമുക്ക് എല്ലാ രീതിയിലും ജീവൻ പണയം വെച്ചാൽ ഇതിലെ വണ്ടി ഓടിക്കുന്നത്. തകർന്ന റോഡിൽ ചെറുതും വലുതുമായ അപകടങ്ങൾ നിത്യസംഭവങ്ങളാണ്. മണ്ഡലകാലം ആരംഭിക്കുന്നതോടെ അന്യസംസ്ഥാന തീർത്ഥാടകർ പ്രധാനമായും ഉപയോഗിക്കുന്ന പാതയാണിത്. എന്നാൽ മണ്ഡലകാലത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ റോഡിൽ യാതൊരു അറ്റകുറ്റപ്പണികളും ദേശീയപാത വിഭാഗം നടത്തിയിട്ടില്ല. ഉടൻ തന്നെ പാത അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാര യോഗ്യമാക്കിയില്ലെങ്കിൽ അന്യ സംസ്ഥാനക്കാരായ തീർത്ഥാടകർ ഈ പാത ഉപേക്ഷിച്ച് കോട്ടയം കുമളി പാത തിരഞ്ഞെടുക്കുവാൻ സാധ്യതയുണ്ട്. ഇത് പുനലൂർ ഉൾപ്പെടെയുള്ള ശബരിമല ഇടത്താവളങ്ങളിലെ കച്ചവട സ്ഥാപനങ്ങളെ സാരമായി ബാധിക്കും. ലൈവ് വാർത്ത, പുനലൂർ.